Hi everyone, welcome to Chemistry Tips Education. Hi all, Kerala State Pollution Control Board-ലേക്കുള്ള അസിസ്റ്റന്റ് സയന്റിസ്റ്റ് എക്സാം പ്രിപ്പറേഷന് ആവശ്യമായിട്ടുള്ള മൈക്രോബയോളജി പാർട്ടിൽ നിന്ന് മോഡ്യൂൾ 2-ലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ജനറൽ മൈക്രോബയോളജി ആൻഡ് മൈക്രോബിയൽ ഫിസിയോളജി എന്ന മോഡ്യൂളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following inclusion body or bodies are present in cyanobacteria? First one, cyanophycin granules. Second, carboxysomes. Third, polymetaphosphates. Fourth one, polybeta hydroxybutyrate. Options തന്നിരിക്കുന്നത് A 1 and 2, option B 2 and 3, option C only 3, option D only 4. തന്നിരിക്കുന്ന ഇൻക്ലൂഷൻ ബോഡീസിൽ സൈനോബാക്ടീരിയയിൽ പ്രസന്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ, അതായത് 1 and 2, അതായത് സൈനോഫൈസിൻ ഗ്രാന്യൂൾ ആൻഡ് കാർബോക്സിസോം. ഇത് രണ്ടുമാണ് സൈനോബാക്ടീരിയയിൽ പ്രസന്റ് ആയിട്ടുള്ള ഇൻക്ലൂഷൻ ബോഡീസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, pick out the false statement or statements against peptidoglycan of bacteria. Statements la ആദ്യത്തേത്, the presence of D amino acid protect against the degradation by most peptidases. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, D-alanine, D-glutamic acid and mesodiaminopimelic acid present only in the bacterial peptidoglycan are not found in other proteins. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, many bacteria replace mesodiaminopimelic acid with L-lysine. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, all bacteria possess the peptide interbridge. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ 1 and 2, ബി 2 and 3, ഓപ്ഷൻ സി only 4, ഓപ്ഷൻ ഡി only 2. ആൻസർ ഓപ്ഷൻ സി, അതായത് only 4, അതായത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ ഫോൾസ് ആയിട്ടുള്ളത്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയായിട്ടുള്ളതായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, which of the following statement is or are not true regarding the halophiles? അതിലെ സ്റ്റേറ്റ്മെന്റ്സിൽ ആദ്യത്തേത്, halophiles grow optimally in the presence of sodium chloride or other salts at a concentration above 0.2 m. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, halophilic prokaryotes accumulate enormous quantities of potassium in order to remain hypertonic to their environment. Third statement, the plasma membrane and cell wall of halobacterium are stabilized by low concentration of the sodium ion. Fourth statement, enzymes, ribosomes and transport proteins require high potassium level for stability and activity. അപ്പോൾ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ശരിയല്ലാത്തത്, നോട്ട് ട്രൂ ആയിട്ടുള്ളത് ഏതാണ് ഹാലോഫൈൽസുമായിട്ട് ബന്ധപ്പെട്ടതിൽ? ഓപ്ഷൻസ് എ 1, 2 and 3, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി only 4, ഓപ്ഷൻ ഡി only 1. ആൻസർ ഓപ്ഷൻ സി, അതായത് only 4, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ ശരി അല്ലാത്തത്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, മാച്ച് ദ antibiotics to their mechanism of action and choose the answer given below. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആന്റിബയോട്ടിക് എന്ന് പറയുന്ന കോളം ഉണ്ട്, റൈറ്റ് സൈഡിൽ മോഡ് ഓഫ് ആക്ഷനും ഉണ്ട്. അപ്പോൾ അതിൽ ഡിഫറെന്റ് ആന്റിബയോട്ടിക്കും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡ് ഓഫ് ആക്ഷനും മാച്ച് ചെയ്ത് നമ്മൾ ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആന്റിബയോട്ടിക്കിനകത്ത് തന്നിട്ടുള്ളത് 1 മാക്രോലിഡ്സ്, 2 അമിനോ ഗ്ലൈക്കോസൈഡ്സ്, 3 സൾഫോണാമൈഡ്സ്, 4 പെൻസിലിൻസ്, 5 ക്വിനലോൺസ്. മോഡ് ഓഫ് ആക്ഷനകത്ത് വരുന്നത് എ ഇൻഹിബിറ്റ് റെപ്ലിക്കേഷൻ, ബി ഇൻഹിബിറ്റ് ട്രാൻസ്പെപ്റ്റിഡേഷൻ, സിയിൽ ഇന്റർഫിയർ വിത്ത് പ്രോട്ടീൻ സിന്തസിസ്, ഡി ഇൻഹിബിറ്റ്സ് ഫോളിക് ആസിഡ് സിന്തസിസ്, ഇ
പെപ്റ്റൈഡ് ചെയിൻ ഇലോങ്ങേഷൻ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആൻസർ വരുന്നതെന്ന് വെച്ചാൽ ആൻസർ ഓപ്ഷൻ സി, അതായത് 1 റിലേറ്റഡ് ടു ഇ, അതായത് മാക്രോലിഡ്സ് എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ചെയിൻ ഇലോങ്ങേഷനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. 2 സി ആണ്, അതായത് അമിനോ ഗ്ലൈക്കോസൈഡ്സ്, അത് ഇന്റർഫിയർ വിത്ത് പ്രോട്ടീൻ സിന്തസിസ്. അടുത്തത് 3 ഡി, 3 സൾഫോണാമൈഡ്സ് ആണ്, അത് ഡി ഇൻഹിബിറ്റ് ഫോളിക് ആസിഡ് സിന്തസിസ്. അടുത്ത 4 ബി, അതായത് പെൻസിലിൻ ബി ഇൻഹിബിറ്റ് ട്രാൻസ്പെപ്റ്റിഡേഷൻ. നമുക്കറിയാം അത് സെൽ വാൾ സിന്തസിസിന്റെ ഒരു സ്റ്റെപ്പാണ് ഈ ട്രാൻസ്പെപ്റ്റിഡേഷൻ. അപ്പോൾ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് പെൻസിലിന്റെ മോഡ് ഓഫ് ആക്ഷൻ. 5ാമത്തേത് ക്യുനലോൺ, അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എ ഇൻഹിബിറ്റ് റെപ്ലിക്കേഷൻ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. 5th question. The role of sigma 70 in prokaryotic transcription is options A. Binding DNA template, B. Binding regulatory sequences, C. Forming phosphodiester bonds, option D. Recognizing the promoter and initiating the RNA synthesis. അപ്പോൾ RNA പോളിമറൈസിന്റെ ഭാഗമായ സിഗ്മ 70 അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ റോൾ എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, recognizing the promoter and initiating the RNA synthesis. അതാണ് സിഗ്മ 70 ഫാക്ടറിന്റെ ഫംഗ്ഷൻ. 6th question. The phenomenon by which some tRNA molecules recognize more than one codon is because of options A. Watson-Crick base pairing, B. Wobble base pairing, option C. Hoogsteen base pairing, option D. Purine base pairing. Answer option B. Wobble base pairing. 7th question. Spikes containing neuraminidase and heme agglutinin are present in one of the following viruses. Options A. Hepatitis virus A, option B. Rabies virus, option C. Influenza virus, option D. Pox virus. Answer option C. Influenza virus. Influenza virusലാണ് ന്യൂറാമിനിഡേസും ഹീം അഗ്ലൂട്ടിനും പ്രസന്റ് ആയിട്ടുള്ളത്. Next question. Lyophilization is otherwise called options A. Freeze thawing, option B. Freeze etching, option C. Freeze fracturing, option D. Freeze drying. അറിയാമെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി, ഫ്രീസ് ഡ്രൈയിങ്. ലയോഫിലൈസേഷൻ ഈസ് അതർവൈസ് കോൾഡ് ഫ്രീസ് ഡ്രൈയിങ്. 9th question. The colonies of E. coli growing on EMB agar appears as dash. Options A. Dark centered colonies with green metallic sheen, option B. Pink colored colonies with dark centers, option C. Yellow colored colonies, option D. Blue colonies. Answer option A. Dark centered colonies with green metallic sheen. ഈ രീതിയിലായിരിക്കും EMB അഗാറിൽ E. coli ഗ്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന കോളനീസ്. The first step towards achieving your dreams is having the right coach. Get the best education with Chemistry Tips Education and make your chemistry-based exam dreams come true. Download the app now. Next, 10th question. Physiologically and metabolically uniform cell population is obtained during which of the following phase of the growth? Options A. Death phase, B. Stationary phase, option C. Log phase, option D. Lag phase. Answer option C. Log phase അഥവാ എക്സ്പോണൻഷ്യൽ ഫേസിലാണ് ഫിസിയോളജിക്കലി ആൻഡ് മെറ്റബോളിക്കലി യൂണിഫോം ആയിട്ടുള്ള സെൽ പോപ്പുലേഷൻ കാണാൻ പറ്റുന്നത്. 11th question. Which of the following can be the final electron acceptor in anaerobic respiration in bacteria? Options A. Oxygen, B. Pyruvate, option C. Nitrate, D. Carbon dioxide. Answer option C. Nitrate. Nitrate ആണ്
അനൈറോബിക് റെസ്പിറേഷനിൽ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആയിട്ട് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ സൾഫേറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇനി 12ാമത്തെ ചോദ്യം, the first amino acid synthesized during protein synthesis. Options A tyrosine, B proline, option C methionine, option D tryptophan. Answer option C methionine. Next 13th question, which of the following characteristic differentiate the eubacteria from archaebacteria? Options A circular nature of chromosome, B absence of nuclear membrane, option C presence of 70S ribosome, option D presence of murin in cell wall. Answer option D presence of murin in cell wall. ഇത് എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? യൂബാക്ടീരിയ. ആർക്കിബാക്ടീരിയയിൽ മ്യൂറിൻ സെൽ വാളിൽ ആബ്സെന്റ് ആയിരിക്കും. Question number 14. MSA or mannitol salt agar is generally used for the detection of options A. E. coli, B. Staphylococcus aureus, C. Bacillus species, option D. Aspergillus niger. Answer option B. Staphylococcus aureus. 15th question. Which among the following is an example for chemolithotrophic microbe? Options A. Nitrosomonas, B. Halobacterium salinarum, option C. Prochloron, option D. all of the above. Answer option A. Nitrosomonas മാത്രമാണ് ഇവിടെ കീമോലിത്തോട്രോഫിക് മൈക്രോബ് ആയിട്ടുള്ളത്. പ്രോക്ലോറോൺ എന്ന് പറയുന്നത് ഒരു തരം സൈനോബാക്ടീരിയ ആണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം 16th question. Nature of Peritrichus flagella. Options A. A single flagella located at one polar end, B. Flagella distributed all over the body, option C. A bunch of flagella at two polar ends, option D. A bunch of flagella at one end. Answer option B. Flagella distributed all over the body is known as Peritrichus flagella. 17th question. Which of the following is the best definition of generation time in bacterium? Options A. The length of time it takes to reach the log phase, option B. The length of time it takes for a population of cell to double, option C. The time it takes to reach the stationary phase, option D. The length of time of the exponential phase. Answer option B, that is the length of time it takes for a population of cell to double. It is called generation time in bacterium. Next 18th question. Plaques are options A. Clear areas in a lawn of cultured cell caused by virus infection, option B. Stained areas in a cell culture indicating cells infected by a virus, option C. Virus colonies on agar, option D. Bacterial colonies on agar. Answer option A, that is plaques എന്ന് വെച്ചാൽ clear areas in a lawn of cultured cell caused by virus infection. 19th question. About plasmid all are true except തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഒരെണ്ണം തെറ്റാണ് പ്ലാസ്മിഡിനെ കുറിച്ചുള്ളത്. അത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് A. Used as vector for recombinant DNA technology, option B. They are outside bacterial chromosome, option C. Carry antibiotic resistance gene, option D. They replicate with bacterial DNA replication. Answer option D, അതായത് പ്ലാസ്മിഡിനെ കുറിച്ച് അല്ലാത്ത കാര്യമാണ് they replicate with bacterial DNA replication എന്ന് പറയുന്നത്. അത് പ്ലാസ്മിഡിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള കാര്യമാണ്. Next 20th question. All are true about subarachnoid dextrose agar അഥവാ SDA except options A. pH of the medium is 8.6, B.
growth of saprophytic fungi is prevented by adding cycloheximide. Option C, constituents are peptone, dextrose and agar. Option D, used for the isolation of pathogenic and non-pathogenic fungi. ആൻസർ ഓപ്ഷൻ എ, അതായത് pH ഓഫ് ദ SDA എന്ന് പറയുന്നത് 8.6. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം SDA എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടുള്ളൊരു മീഡിയം ആയിരിക്കും. സോ ഇതായിരുന്നു ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച 20 ചോദ്യങ്ങൾ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.